അതായത് വിശ്വാസത്തിൻ്റെ നിയമമാണ് ജീവിതത്തിൻ്റെ നിയമം. നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചിന്തകളാണ് വിശ്വാസമായി മാറുന്നത്. നിങ്ങളെ വേദനിപ്പിക്കുന്നതോ അപകടപ്പെടുത്തുന്നതോ ആയ കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾക്ക് സന്തോഷകരമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ടതുമായ ചിന്തകളും മനസ്സിൽ ചിന്തിക്കുക. ബോധമനസ്സിൽ നിങ്ങൾ ചിന്തിച്ച ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അനുഭവത്തിൽ കൊണ്ടുവരും. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവായ കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതും നെഗറ്റീവായിരിക്കും. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങൾ ഒരു പരീക്ഷ എഴുതിയ ശേഷം നിങ്ങൾ വിജയിക്കുമെന്ന് ചിന്തിച്ചാൽ അത് വിജയിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങളുടെ വിശ്വാസമാണ് പ്രധാനം. ഉപബോധ മനസ്സിൻ്റെ പ്രതിപ്രവർത്തനമാണ് നിങ്ങളുടെ വിജയം. നമ്മുടെ ചിന്തകളെല്ലാം പോസിറ്റീവ് തന്നെ ആയിരിക്കണം. നിങ്ങൾക്ക് സന്തോഷം അനുഭവിച്ചറിയാം. ഇതാണ് ബോധ മനസ്സിൻ്റെയും ഉപബോധ മനസ്സിൻ്റെയും പ്രവർത്തന രീതി.